ഹായ് അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഹൈദരാബാദി ചിക്കൻ ദം ബിരിയാണി ആയിട്ടാണ്. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായി എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. കൂടെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യണം. ഇവിടെ ഞാൻ 2 കിലോഗ്രാം കോഴിക്കഷ്ണങ്ങൾ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് മാരിനേറ്റ് ചെയ്തെടുക്കണം. അതിനായി ഒരു പാത്രത്തിലേക്ക് 1.5 ടേബിൾ സ്പൂൺ കശ്മീരി മുളക് പൊടി, 2 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ ചിക്കൻ മസാല, പാകത്തിന് ഉപ്പ് എന്നിവ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് വേണ്ടത് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി നീര്, 1 കോഴിമുട്ട, 2 ടേബിൾ സ്പൂൺ തൈര് എന്നിവ ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കുക. അങ്ങനെ ഇത് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ കൂടി ചേർക്കാം. എന്നിട്ട് വീണ്ടും ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇപ്പോൾ മസാല റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കോഴിക്കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് കോഴിയിൽ നന്നായി മസാല തേച്ച് പുരട്ടിയെടുക്കാം. ഇപ്പോൾ കോഴിയിൽ മസാല ചേർന്ന് വന്നിട്ടുണ്ട്. ഇനി ഇത് മൂടി വെച്ച് ഫ്രിഡ്ജിൽ 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇപ്പോൾ ഞാനിവിടെ 2 സബോള കനം കുറഞ്ഞ് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് ഫ്രൈ ചെയ്തെടുക്കണം. അതിനു മുമ്പായി നമുക്ക് കശുവണ്ടിപ്പരിപ്പും ഉണക്കമുന്തിരിയും ഫ്രൈ ചെയ്തെടുക്കാം. അതിനായി ഒരു ചീനച്ചട്ടി ചൂടാക്കിയെടുത്ത് 3 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്തിട്ടുണ്ട്. ഇപ്പോൾ നെയ്യ് ചൂടായി വന്നിട്ടുണ്ട്. എന്നിട്ട് തീ ചെറുതാക്കി വെച്ചതിന് ശേഷം കശുവണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കാം. ഇപ്പോൾ കശുവണ്ടിപ്പരിപ്പ് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇത് ചട്ടിയിൽ നിന്നും കോരിയെടുക്കാം. ശേഷം ഇതിലേക്ക് ഉണക്കമുന്തിരിയും ചേർത്ത് കൊടുത്ത് വറുത്തെടുക്കാം. ഇപ്പോൾ ഉണക്കമുന്തിരിയും ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇത് കോരിയെടുക്കാം. ഇനി നമുക്ക് തീ കൂട്ടി വെച്ചതിന് ശേഷം അരിഞ്ഞു വെച്ച സബോള ചേർത്ത് ഫ്രൈ ചെയ്യാം. ഇപ്പോൾ സബോള ചെറുതായി ഫ്രൈ ആയി വരുന്നുണ്ട്. ഇനി നമുക്ക് തീ കുറച്ച് വെക്കാം, അല്ലെങ്കിൽ സബോള പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇപ്പോൾ സബോളയും ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇത് ചട്ടിയിൽ നിന്നും കോരിയെടുക്കാം. പിന്നെ ഞാനിവിടെ ബിരിയാണിക്കുള്ള മസാല തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി 1 കിലോഗ്രാം സബോള എടുത്തിട്ടുണ്ട്. ഇത് കനം കുറച്ച് അരിഞ്ഞെടുക്കാം. പിന്നെ ഇവിടെ 1/4 കപ്പ് വെളുത്തുള്ളി, 2 കഷ്ണം ഇഞ്ചി, 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ആക്കിയെടുക്കാം. പച്ചമുളക് നടുക്കീറിയെടുക്കാം. പിന്നെ 5 തക്കാളി, 2 ക്യാരറ്റ്, 1.5 ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്. തക്കാളിയും ക്യാപ്സിക്കവും ചെറുതാക്കി അരിഞ്ഞെടുക്കാം. ക്യാരറ്റ് ചെറുതിൽ വെച്ച് ഗ്രേറ്റ് ചെയ്തെടുക്കാം. പിന്നെ ഞാനിവിടെ 2 കിലോഗ്രാം ബസ്മതി റൈസ് എടുത്തിട്ടുണ്ട്. ഇത് 2-3 തവണയായി കഴുകിയെടുത്ത് അരമണിക്കൂർ കുതിർക്കാനായി വെക്കാം. ഈ ഒരു അളവിനെടുത്താൽ 10 പേർക്ക് സെർവ് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം. അതിനായി ഒരു പാത്രം അടുപ്പിൽ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. പാത്രം ചൂടായി വരുമ്പോൾ സൺഫ്ലവർ ഓയിൽ ചേർക്കാം. ഇപ്പോൾ ഓയിൽ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ചിക്കൻ്റെ ഒരു ഭാഗം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇത് തിരിച്ചിട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം.
അങ്ങനെ ചിക്കൻ കംപ്ലീറ്റ് ആയി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇത് എണ്ണയിൽ നിന്നും കോരിയെടുക്കാം. ബാക്കിയുള്ള ചിക്കനും ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ ചിക്കൻ 2 പാർട്ടും കംപ്ലീറ്റ് ആയി ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ചിക്കൻ പൊരിച്ചെടുത്ത അതേ എണ്ണയിൽ തന്നെ ബാക്കിയുള്ള ചേരുവകൾ തയ്യാറാക്കിയെടുക്കണം. ഞാനിവിടെ അരിഞ്ഞെടുത്ത സവാള മുഴുവനായും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായി വഴറ്റിയെടുക്കാം. ഇപ്പോൾ സബോള ഗോൾഡൻ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു പിടി കറിവേപ്പില ചേർത്ത് ഇളക്കി കൊടുക്കാം. അങ്ങനെ അതും ചേർത്തിളക്കിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നടുക്കീറിയെടുത്ത പച്ചമുളകും ചേർത്ത് ഇളക്കി കൊടുക്കാം. പച്ചമുളകും ചേർത്തിളക്കിയതിനു ശേഷം അരിഞ്ഞു വെച്ച തക്കാളി ചേർത്ത് നന്നായി വഴറ്റിയെടുക്കാം. ഇപ്പോൾ തക്കാളി നന്നായി വഴന്ന് എണ്ണ തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് പച്ചമണം മാറുന്നത് വരെ ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണം മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടേബിൾ സ്പൂൺ കശ്മീരി മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ വീതം ഗരം മസാല, ചിക്കൻ മസാല, മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കാം. ഇപ്പോൾ പൊടികളുടെ എല്ലാം പച്ചമണം മാറി വന്നിട്ടുണ്ട്. ഈ സമയത്ത് 2 ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് ഇളക്കി കൊടുക്കാം. അങ്ങനെ ചേർത്തിളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഫ്രൈ ചെയ്തു വെച്ച കുറച്ച് സബോളയും കശുവണ്ടിപ്പരിപ്പ് പൊട്ട് കഷ്ണമാക്കിയതും ചേർത്ത് യോജിപ്പിച്ചെടുക്കാം. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അരിഞ്ഞെടുത്ത ക്യാപ്സിക്കവും 1 പിടി പൈനാപ്പിളും 1 പിടി ക്യാരറ്റുമാണ്. എന്നിട്ട് ഇത് നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ശേഷം ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും ചേർത്തിളക്കാം. ഇപ്പോൾ ചേരുവകളെല്ലാം ചേർന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഫ്രൈ ചെയ്തെടുത്ത ചിക്കൻ മുഴുവനായും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കാം. പിന്നെ ഗ്രേവിയുടെ കുറവ് കാരണം 1 ഗ്ലാസ് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കാം. പിന്നെ ഈ സമയത്ത് ഉപ്പ് ചേർത്ത് കറക്റ്റാക്കി കൊടുക്കുകയും വേണം. ഇനി ഇതിലേക്ക് അവസാനമായി 1 പിടി മല്ലിയിലയും പുതിനയിലയും അരിഞ്ഞത് ചേർത്ത് കൊടുത്ത് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അങ്ങനെ ബിരിയാണിക്കുള്ള മസാല തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് റൈസ് റെഡിയാക്കിയെടുക്കാം. അതിനായി ഞാനിവിടെ ഒരു ചെമ്പിൽ വെള്ളം ചൂടാക്കിയെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ബേ ലീഫ്, 1 ടീസ്പൂൺ കുരുമുളക്, 8 വീതം ഗ്രാമ്പു, ഏലക്കായ, ചെറിയ പീസ് ജാതിപത്രി, 1 ഉണക്കനാരങ്ങ, 4 പീസ് കറുകാപ്പട്ട, 3 കഷ്ണം തക്കോലം എന്നിവ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് പാകത്തിന് കല്ലുപ്പും ചേർത്ത് കൊടുക്കാം.
പിന്നെ വേണ്ടത് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ, 1 ടേബിൾ സ്പൂൺ നെയ്യ്, 1 നാരങ്ങയുടെ നീര് എന്നിവ ചേർത്തിളക്കി കൊടുക്കാം. ഇപ്പോൾ വെള്ളം നന്നായി തിളച്ചു വന്നിട്ടുണ്ട്. ഇനി കുതിർത്ത് വാറ്റിയെടുത്ത ബസ്മതി റൈസ് ചേർത്ത് കൊടുക്കാം. റൈസ് ചേർത്തതിന് ശേഷം നന്നായി ഇളക്കി കൊടുക്കുകയും വേണം. ഇപ്പോൾ റൈസ് 90% പാകമായി വന്നിട്ടുണ്ട്. ഇനി ഇത് കോരിയെടുക്കാം. പിന്നെ ഞാനിവിടെ ഒരു ചെമ്പ് ചൂടാക്കി 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഊറ്റിയെടുത്ത റൈസ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിനു മീതിയായി ചിക്കനും മസാലയും മുഴുവനായും ചേർത്ത് കൊടുക്കാം. ചിക്കൻ മുഴുവനായും ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിനു മീതിയായി വീണ്ടും റൈസ് ചേർത്ത് നിരത്തി കൊടുക്കാം. ശേഷം ഇതിലേക്ക് ഒരു പിടി ഗ്രേറ്റ് ചെയ്തു വെച്ച ക്യാരറ്റ്, ഒരു പിടി പൈനാപ്പിൾ, പിന്നെ അരിഞ്ഞെടുത്ത മല്ലിയിലയും പുതിനയിലയും, പിന്നെ ഫ്രൈ ചെയ്തു വെച്ച സബോളയും ഉണക്കമുന്തിരി, അണ്ടിപ്പരിപ്പ്, പിന്നെ അണ്ടിപ്പരിപ്പും ഉണക്കമുന്തിരിയും ഫ്രൈ ചെയ്ത ആ നെയ്യും ചേർക്കാം. പിന്നെ അവസാനമായി 1 ടീസ്പൂൺ ഗരം മസാല തൂവി കൊടുക്കാം. ഇതെല്ലാം സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ദം ചെയ്യാം. അതിനുവേണ്ടി ചെമ്പ് മൂടി വെച്ചിട്ടുണ്ട്. ഇനി ഇതിനു മീതിയായി കനൽ കോരിയിടാം. പിന്നെ ഒരു വെയിറ്റും കൂടി വെച്ച് കൊടുക്കാം. എന്നിട്ട് 15 മിനിറ്റ് ഇതുപോലെ തന്നെ വെക്കാം. ഇപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊക്കെ എടുത്തു മാറ്റി വെക്കാം. ശേഷം റൈസും മസാലയും നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ ഹൈദരാബാദി ചിക്കൻ ദം ബിരിയാണി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത്. പിന്നെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് നല്ലൊരു റെസിപ്പിയുമായിട്ട് അടുത്തൊരു ദിവസം കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.